ഇതുപോലെ നിങ്ങളും ആവശ്യം കഴിഞ്ഞാൽ ചാർജർ പ്ലഗ് പോയിന്റിൽ വെക്കാറുണ്ടോ? എന്നാൽ പണി പുറകെ വരും കേട്ടോ. എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും ചാർജർ ഒരുപോലെയല്ല. ഉപകരണത്തിന്റെ ഉപയോഗം അനുസരിച്ച് അതിന്റെ പവറിലും വ്യത്യാസമുണ്ടായിരിക്കും. വളരെ ലളിതമായിട്ടുള്ള വ്യത്യാസം മുതൽ കാര്യമായ മാറ്റങ്ങൾ വരുന്ന ചാർജറുകളുണ്ട്. വാൾ പ്ലഗിൽ നിന്നും AC അതായത് ആൾട്ടർനേറ്റീവ് കറണ്ട് എടുക്കുകയും അതിനെ ഇലക്ട്രോണിക് ഉപകരണത്തിന്റെ ബാറ്ററിക്ക് ആവശ്യമായിട്ടുള്ള ലോ വോൾട്ടേജ് DC അതായത് ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റുകയും ചെയ്യുന്നതാണ് സാധാരണ ചാർജറുകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. സ്വിച്ച് ഓൺ ചെയ്യാതെ ചാർജർ പ്ലഗിൽ കുത്തിയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ചെറിയ അളവിൽ കറണ്ട് വലിച്ചുകൊണ്ടിരിക്കും. ഇത്തരത്തിൽ പ്ലഗ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യാതെ തന്നെ കറണ്ട് യൂസ് ചെയ്യുന്നതിനാണ് വാംപെയർ പവർ എന്ന് പറയുന്നത്. ഈ വൈദ്യുതിയുടെ ഒരു ഭാഗം ടെമ്പറേച്ചർ പുറത്തുവിടുകയും ചെറിയ ഭാഗം നിയന്ത്രിത സംരക്ഷിത സർക്യൂട്ടുകളുടെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു മൊബൈൽ ചാർജറോ ലാപ്ടോപ്പ് ചാർജറോ ഇങ്ങനെ പ്ലഗ് ചെയ്ത് വെച്ചിരുന്നാൽ ഉണ്ടാകുന്ന വൈദ്യുത നഷ്ടം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ അളവിലായിരിക്കും. എന്നാൽ നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ഉപകരണങ്ങളും ഇങ്ങനെ പ്ലഗിൽ കുത്തുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും കേട്ടോ. ചാർജർ മാത്രമല്ല, TV, മിക്സി, ഫ്രിഡ്ജ് തുടങ്ങിയ എല്ലാ വൈദ്യുത ഉപകരണങ്ങൾക്കും വാംപെയർ പവർ ഉണ്ടായിരിക്കുന്നതാണ്. പുതിയതായി വിപണിയിലെത്തുന്ന ചാർജറുകളിൽ അധികവും സ്മാർട്ട് സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ വാംപെയർ പവർ വളരെ കുറവായിരിക്കും കേട്ടോ. ചാർജറുടെ അറ്റത്ത് ഡിവൈസ് ഒന്നുമില്ലെങ്കിലും അവ താനെ സ്ലീപ്പ് മോഡിലേക്ക് മാറുന്നുണ്ട്. നിങ്ങൾ സ്മാർട്ട് ചാർജർ യൂസ് ചെയ്യുന്നവരാണെങ്കിലും അധിക സമയം ചാർജർ പ്ലഗിൽ തന്നെ വെക്കുന്നത് ചാർജറിന് വളരെ പെട്ടെന്ന് ഡാമേജ് ഉണ്ടാക്കാനായിട്ട് കാരണമാകുന്നുണ്ട്. സോ സാധാരണയിലധികം ഫോൺ ചൂടാവുകയോ അല്ലെങ്കിൽ കേടുപാടുകളോ സംഭവിക്കുകയാണെങ്കിൽ അത് മാറ്റി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ.